Namaste viewers, welcome back to my new video. In the 5th August ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന നിഫ്റ്റി മോർണിംഗ് പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുട്ട് സൈഡിൽ വന്ന എൻട്രി ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്കാൽപ്പിംഗ് എൻട്രി ആണ്. അപ്പോൾ ഇതിനകത്തുണ്ട്, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 24,400 ആണ്. നമുക്ക് ഓൾറെഡി ബൈ കിട്ടിയത്. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് കൂടെ അവൈലബിൾ ആയിട്ട് നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ അതേ ചാർട്ട് തന്നെ നമുക്ക് കാണിച്ചു തരും. അത് ഏത് റേറ്റിൽ ബൈ ചെയ്യണം, എത്ര ലെവൽ വരുമ്പോൾ അതിൻ്റെ എക്സിറ്റ് കൊടുക്കണം, സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം എന്നൊക്കെ ആ ചാർട്ട് തന്നെ നമുക്ക് കിട്ടുവേ. ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റാണ്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണാനോ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ 24,400 ആണ്. നമുക്ക് 226 വന്ന ബൈ ആണ്. 226 10 മണിക്ക് വന്നത്, ഇപ്പം 11 മണി കഴിയുന്നത്. 10 മണിക്ക് വന്ന ബൈ സൈക്കിൾ ഇപ്പോൾ 200 പോയിന്റ് കയറിയിട്ട് ഇപ്പോൾ നോക്കി ഇതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ആക്ച്വലി ബൈ വന്ന് ഇവിടെയാണ്. നമ്മൾ നെക്സ്റ്റ് ക്യാനിൽ എൻട്രി ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ അത് കൺഫേം അല്ലായിരുന്നു. കൺഫേം സൈഡുടെ ഇൻഡിക്കേഷൻ ഉള്ളതാണ് കൺഫേം ആകാത്തത്. നമുക്കിത് തേർഡ് ക്യാൻഡിൽ വന്നപ്പോൾ കൺഫർമേഷൻ വന്നു. ഒരു 237 അറൗണ്ട് നമുക്ക് കൺഫർമേഷൻ വന്നത്. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. 237 നിന്ന് മാർക്കറ്റ് ഇപ്പോൾ 418 വരെ നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണമെന്നല്ല. നമുക്ക് ടാർഗറ്റ് ലാസ്റ്റ് ടാർഗറ്റ് 255 ആയിരുന്നു. അപ്പോൾ നമുക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. അത് ഇപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എൻട്രി എടുക്കണമെന്ന് നോക്കിയാൽ ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് രണ്ടാമത് നമുക്ക് എൻട്രി എടുക്കാം. ഈ റെഡ് സ്റ്റാറാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ആ ഒരു പോയിന്റ് വെച്ച് എഗെയിൻ നമുക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെവൽ വെച്ച് നമുക്ക് രണ്ടാമത് ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുണ്ട് ഒരു ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കണ്ട നമുക്ക് 24,289 വന്നതാണ്. അപ്പം ഞാൻ 24,400 നിങ്ങളെ കാണിച്ചത് ഇന്ത മണി അനുസരിച്ചാണ്. ഒരു 10 മണിക്ക് വന്ന ട്രേഡാണ്. ഇപ്പം നോക്കിയാൽ 240 പോയിന്റ് ഡൗൺ നിൽക്കുവാണ്. ഇനി അടുത്ത സപ്പോർട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനിയും ഇറങ്ങും. അതായത് പുട്ട് ഇനിയും കയറിപ്പോവും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് സോഫ്റ്റ് ആണ്. അതായത് മാർക്കറ്റ് റിയൽ ടൈമിൽ നമുക്ക് കാണിച്ചു തരും. അതനുസരിച്ച് സിഗ്നൽസ് കാണിച്ചു തരും. അത് നമ്മൾ ചെയ്യേണ്ടത് കൺഫേം എൻട്രി ആണെങ്കിൽ മാത്രം എടുക്കുക. കാരണം സോഫ്റ്റ്വെയറിന് എല്ലാം കൺഫേം ആകത്തില്ല. അപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ, ഞാൻ പറഞ്ഞത് കൺഫർമേഷൻ ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈ സോണും ആയിരിക്കണം. ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രീമിയം ചാർട്ടിനകത്താണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലോസ് ഇടായിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ച 5th ഓഗസ്റ്റിൻ്റെ മോർണിംഗ് സെക്ഷനാണ്. 11 മണിക്ക് മുമ്പ് നമുക്കൊരു പ്രോഫിറ്റ് നേടാനായി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് അതിൻ്റെ ലൈവായിട്ട് ഈ ഒരു സ്ട്രാറ്റജി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ.